നമ്മളിപ്പോ മൗലൂദ് ഉണ്ടാക്കുകയാണ്, അത്രേ മാല ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഈ മാലയും മൗലൂദും എന്ന് പറഞ്ഞാൽ അവരെന്തിനാ ചൊല്ലാറുള്ളത്? ഇവരതിങ്ങനെ ബക്രിയോടുകൂടി പാരായണം ചെയ്യുന്നു. പാരായണം ചെയ്തിട്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരാരോടാണോ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഉത്തരം ചെയ്യും. എത്രത്തോളം ഉത്തരം ചെയ്യും? ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ യുവക്കിലു ബിഖബരിൽ വലിയ മലക്കൻ യഖ്ദിൽ ഹാജാത്ത് വതാറതൻ യഖ്റുജുൽ വലിയ മിൻ ഖബരിഹി വയഖ്ദി ബിനഫ്സിഹി ത്വലബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല യുവക്കിലു ബിഖബരിൽ അതാ വലിയിന്റെ ഖബറിന്റെ സമീപത്ത് അല്ലാഹു ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഒരു മലക്കിനെ. ആവശ്യങ്ങളൊക്കെ അങ്ങ് നിവർത്തിച്ചു കൊടുക്കാൻ ശൈഖിനെ വിളിക്കുന്ന ഒരു ആവശ്യമൊക്കെ മലക്ക് നിവർത്തിച്ചു കൊടുക്കും. വതാറതൻ ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും വേണ്ട, യഖ്റുജുൽ വലിയ്യു മിൻ ഖബരിഹി ഖബറിൽ നിന്ന് വലിയ തന്നെ അങ്ങ് പുറത്തേക്ക് വരും. വയഖ്ദീ ബിനഫ്സിഹി ത്വലബാത്ത് ആവശ്യങ്ങൾ അയാൾ സ്വന്തം തന്നെ അങ്ങ് നിർവഹിച്ചു തരുന്നതാണ്. ഈ വിശ്വാസമല്ലേ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോടുള്ളത്? മുജാഹിദുകളുടെ മാലയോ മൗലിദോ അല്ല ഇത്. ഒരു നേതാവ് മരിക്കുന്ന അവസരത്തിൽ അനുശോചന കാവ്യം എഴുതുന്നതാണ്, കവിത എഴുതിയതാണ്. കവിത പലരെ കുറിച്ചും മരിച്ചുപോയവരെ കുറിച്ച് ഇങ്ങനെ പ്രശംസ കൊണ്ട് എഴുതാറില്ലേ? അതിൽ കവിഞ്ഞ് ആരാണത് മാലയായി കൊണ്ട് നടന്നത്, ആരാണത് മൗലിദാണെന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു എന്ന മട്ടിൽ പറയുന്നു. കെ എം മൗലവിയുടെ മൗലിദിൽ അതാ കെ എം മൗലവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? പിന്നെ പറയുന്നുണ്ട് മറ്റൊരു വമ്പിച്ച നുണ. എന്താണ് ആ നുണ? സർവ്വം നുണയാണ്. നുണയുടെ ഗ്രേഡ് വ്യത്യാസമുണ്ട് എന്നേ പറയുന്നതിന്റെ അർത്ഥമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ പറയുന്നത് എന്താണ്? സി അബ്ദുറഹ്മാൻ മൗലവിയെ ഇവർ വിളിച്ചിട്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയില്ലേ, തവസ്സുൽ നടത്തിയില്ലേ? ഞങ്ങൾ ഔലിയാക്കന്മാരെ വിളിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പറ്റാത്തത്? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇസ്തിഗാസ നടത്തിയില്ലേ, വിളിച്ചു തേടിയില്ലേ, അവരെ ഇടയാളരാക്കിയില്ലേ? കേട്ടോളൂ ആ ഭാഗം കൂടി. റഹ്മാൻ മൗലവിനെ വിളിച്ചിട്ട് വേറൊരു അൽമനാറി യാ അബ്ദുറഹ്മാനിൻ അറഖത ഖുലൂബനാ തമിനബികി അലൈക ബിദമ്മിം മബ്ജൂസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അബ്ദുറഹ്മാൻ മൗലവിനെ വിളിച്ചില്ലേ? റാഹിലൻ അന്നാ ജറഹ്ത ഖുലൂബനാ വഅദഖതനാ ഫിൽ ഹുസ്നി സർറകൂസി എന്ന് പറഞ്ഞ് മരിച്ചുപോയ മൗലവിനെ നിങ്ങൾ അൽമനാറിൽ MCC അബ്ദുറഹ്മാൻ മൗലവിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയില്ലേ, തവസ്സുൽ നടത്തിയില്ലേ? പച്ചക്കള്ളമല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ അതേ അൽമനാരോട് വായിച്ചിട്ട് പറയണം, ഇതാ ഈ വരിയിലാണ് നിങ്ങൾ അബ്ദുറഹ്മാൻ മൗലവിയെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയിരിക്കുന്നത്. എന്താണ് അബ്ദുറഹ്മാൻ മൗലവിയോട് ആവശ്യപ്പെട്ടത് എന്ന് നിങ്ങൾ പറയണം. അവിടെ എന്താണ് ഇസ്തിഗാസ എന്ന് പറയണം. അവിടെ എവിടെയാണ് തവസ്സുല് എന്ന് പറയണം. നിങ്ങൾക്കതിന് ബാധ്യതയുണ്ട്. എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? പച്ചക്കള്ളമല്ലേ ഈ തട്ടിവിടുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവരുടെ തൊഴിലാണിത്. നമ്മൾ ആരെ പറ്റിയെങ്കിലും ഒരു കവിത എഴുതുമ്പോൾ അത് മൗലിദാണെന്ന് പറയും, അവരെ പറ്റി ഒരു ഗാനം രചിക്കുമ്പോൾ അത് മാലയാണെന്ന് പറയും. എന്നിട്ടിപ്പോ ഇവരുടെ മൗലീദൊക്കെ വിറ്റ് കാശുണ്ടാക്കിയതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ ബുക്ക് സ്റ്റാളിൽ 5 വക മൗലീദ് വിൽക്കുന്നു. 5 വക മൗലീദ് 333 വക തിന്നിട്ടും തീർന്നിട്ടില്ല. 345 വകയായിട്ടും കൊതി തീർന്നിട്ടില്ല. 1475 ആയിട്ടും കൊതി തീർന്നിട്ടില്ല. ഒരു 5 വക കൂടി കിടക്കട്ടെ. ഉമ്മർ മാല, ഉമ്മർ മൗലീദ് എന്നൊക്കെ പറഞ്ഞിട്ട്, മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയ മൗലിദ് മാല എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിലക്ക് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന കക്ഷികളിലെ ഞങ്ങളുണ്ടോ? മാല പാടുന്നു. ഞങ്ങൾ ഇവരെ സംബന്ധിച്ച് അതിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ അൽമനാർ ഇങ്ങനെ ഇടക്കിങ്ങനെ മാസത്തിൽ ഇങ്ങനെ ഒരു മരിച്ച ദിവസമോ അല്ലാത്ത ദിവസവും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അതാ ചതുരത്തിരി കത്തിച്ചു വെച്ച് മുകളിൽ മേലാപ്പും കെട്ടി ഭക്ഷണവും ഒരുക്കി തയ്യാറ് ചെയ്ത് മുജാഹിദ് മൗലവിമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് യാ അബ്ദുറഹ്മാനിൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ? മൗലിദ് ഓതാറുണ്ടോ? മദ്ഹ് ആ രൂപത്തിൽ മാല പാടാറുണ്ടോ? നിങ്ങൾ എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ആളുകൾക്കൊക്കെ അറിയാം മുജാഹിദീങ്ങൾക്ക് മാലി മൗലിദൊന്നുമില്ല. നിങ്ങളുടെ മാലി മൗലിദൊക്കെ ഇതുപോലെയാണോ എന്നാ നിങ്ങൾ അത് പറ. ഞങ്ങൾ യാ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോ MCC അബ്ദുറഹ്മാൻ മൗലവി അത് കേൾക്കുന്നു, കാണുന്നു, ഉത്തരം ചെയ്യുന്നു എന്ന ധാരണ ഞങ്ങൾക്ക് ആർക്കുമില്ല. അങ്ങനെ ഒരു ധാരണയോടുകൂടി MCC അബ്ദുറഹ്മാൻ മൗലവിയെ ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് MCC ആയതുകൊണ്ട് ശിർക്കല്ലാതാകുന്നില്ല, അത് ശിർക്ക് തന്നെയാണ്. പക്ഷേ ഒരൊറ്റ മുജാഹിദ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പച്ചക്കള്ളം തട്ടിവിടുന്നതല്ലേ?
മുസ്ലിയാരെ? കുറച്ചൊക്കെ ഒരു പടച്ചോനെ പേടി വേണ്ടേ? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാൽ അതേപോലെ തന്നെയാണോ നിങ്ങളും വിളിക്കുന്നത്? ശൈഖ് ജീലാനിയെ ഞങ്ങൾ വിളിക്കുമ്പോ കേൾക്കുമെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വാസമില്ല. ഞങ്ങളതൊരു വെറുതെ കവിത എന്ന ഗാനം എന്ന നിലക്ക് മാത്രം ആലപിക്കുകയാണ് എന്നാണോ നിങ്ങൾക്ക് വാദം? നിങ്ങളിപ്പോ 400-ാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലല്ലേ പല സ്ഥലങ്ങളിലും പലരും? ഒന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾ ആ വിളിക്കുന്ന വിളിയാളത്തിലൊക്കെ അവര് കാണാനല്ല, അവര് കേൾക്കാനല്ല, അവരറിയാനല്ല. ഇത് ഞങ്ങൾ വെറുതെ ഒരു ഭാവനാ സൃഷ്ടിയാണ് എന്നാണോ നിങ്ങൾക്ക് വിശ്വാസം? ഞങ്ങൾ കവിതയിൽ അങ്ങനെ പറയുന്നത് അങ്ങനെയാണ്. MCC വിളിക്കുന്നില്ല, KM മൗലവി കേൾക്കും സഹായിക്കും എന്ന നിലക്കല്ല. അങ്ങനെ തന്നെയാണോ നിങ്ങൾക്കുമുള്ളതെങ്കിൽ അതൊന്ന് തുറന്ന് പറഞ്ഞുകൂടെ മുസ്ലിയാരെ? അതൊന്ന് പറയൂ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ. എന്നാൽ പിന്നെ തർക്കം അവസാനിച്ചില്ലേ? നിങ്ങൾ ചിന്തിക്കണ്ടേ? എന്താ സഹോദരന്മാരെ നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇവരുടെ കള്ളത്തരം. ഞാനിവിടെ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഔലിയായിനെ സംബന്ധിച്ച് ഇവർ വിശ്വസിക്കുന്നത് അവർക്ക് കണ്ണടച്ചാലും അല്ലെങ്കിലുമൊക്കെ അടുക്കയകലെ എന്ന വ്യത്യാസം